സന്ദീപ് രാജാക്കാട് വിവരങ്ങളുമായി. സന്ദീപ്, ഇപ്പോൾ ശശി തരൂരിന് പിന്നാലെ ഇപ്പോൾ കെ മുരളീധരനും സുധാകരനെ മാറ്റേണ്ട ആവശ്യമില്ല എന്ന പ്രതികരണം നടത്തുകയാണ്. എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? ഇപ്പോൾ കെ സുധാകരനേക്കാൾ തൃശൂർ DCCയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കൂടുതൽ പ്രതികരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്മൃതി പരുത്തിക്കാട് അത്തരത്തിൽ തന്നെയാണ്. ഈ KPCC പ്രസിഡന്റിന്റെ മാറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുമ്പോൾ ഏറ്റവും ആദ്യം അദ്ദേഹം പറയുന്നത് തൃശൂർ DCCയിൽ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. തൃശൂർ DCC പ്രസിഡന്റിനെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങണം. എന്നാൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് മാറേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷമുണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ അദ്ദേഹം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. താൻ ആരോഗ്യവാനാണെന്നും ഒപ്പം തന്നെ ഇക്കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയും എന്നതടക്കം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ വിജയത്തിലൂടെ അടക്കം തെളിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട ഒരവസ്ഥ കേരളത്തിലില്ല എന്ന് തന്നെയാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു, യുവാക്കൾ പാർട്ടിയിലേക്ക് കടന്നു വരണം. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പട്ടിക തയ്യാറാക്കിയാൽ യുവാക്കളെ പാർട്ടിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കൊക്കെ പോകാൻ കഴിയും. എന്നാൽ ഇപ്പോൾ KPCC പ്രസിഡന്റിനെ മാറ്റി യുവാക്കളെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ചിരുന്നതുപോലെ ശശി തരൂരിന് പിന്നാലെ കെ മുരളീധരനും KPCC പ്രസിഡന്റ് കെ സുധാകരന് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്മൃതി പരുത്തിക്കാട്. ശരി.